എല്ലാരും എന്നെ തന്നെ അറിയുന്നത്. പിന്നെ നീ എന്തിനാ മുന്നോട്ട് വരുന്നത്? ഇപ്പൊ ശരിയാക്കി തരാം. ബാങ്ക് കൊള്ളയടിക്കലെന്നോ? അതെ, നമ്മുടെ പക്കൽ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് ബാങ്ക് കൊള്ളയടിച്ചേ മതിയാകൂ. ഇല്ല ഇല്ല, ഈ ബാങ്ക് കൊള്ളയൊന്നും ഞാൻ ചെയ്യുകയില്ല. ഇങ്ങനെ സംസാരിക്കരുത്. നിന്റെ കുഞ്ഞനുജൻ എന്റെ ആൾക്കാരുടെ കയ്യിലാണ്, മറക്കണ്ട. നമ്മുടെ കിറ്റിക്ക് അനിയനും ഉണ്ടോ? നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ആദ്യം നീ ബാങ്കിനകത്ത് പോകണം. അത് കഴിയുമ്പോൾ എന്റെ ആൾക്കാർ മാസ്ക് ഇട്ട് അങ്ങോട്ട് വരും. നീ മാനേജറിന്റെ തലയിൽ ഗൺ വെച്ചാൽ മാത്രം മതി. പ്ലീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ അവസാനം നിന്റെ അനുജന്റെ ജീവനായിരിക്കും. കിറ്റിയെ ഭീഷണിപ്പെടുത്തി തെറ്റായ ജോലി ചെയ്യിപ്പിക്കാൻ നോക്കുക. ആ സണ്ണിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. വേണ്ട, കിറ്റിയുടെ അനിയൻ സണ്ണിയുടെ പക്കലാണ്. സംശയമുണ്ടോ? ആ, പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. കിറ്റി, നീ എങ്ങോട്ടായി പോകുന്നത്? ബാങ്കിലേക്ക്. ഇന്ന് തന്നെ കൊള്ളടിക്കാൻ പോവാണോ? എന്ത്? ഇപ്പോൾ നീ ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ? അതെന്താ? ഞാൻ ബാങ്കിൽ പോകുന്നോണ്ട് എന്ത് പ്രശ്നമാണുള്ളത്? കിറ്റി, നീ എന്തിനാ യുവമാരോട് സംസാരിച്ച് വെറുതെ സമയം കളയുന്നത്? സണ്ണി, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. എന്ത് ശരിയില്ലെന്നായി പറയുന്നത്? കിറ്റി, നിന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരാം. വേണ്ട, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ എന്തായാലും സണ്ണിയുണ്ട്. കിറ്റി, അങ്ങനെ ചെയ്യരുത്. നീ എന്തായി പറയുന്നേ? ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നീ സണ്ണി പറയുന്നത് പോലെ കേട്ട് ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണ്. അതെ, അല്ല അതിനെന്താ പ്രശ്നമുള്ളത്? നിന്നെ ഞങ്ങളത് ചെയ്യാൻ വിടുകയില്ല. ദാ നോക്ക്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് അവസരം കിട്ടിയത്. നിങ്ങളായിട്ടത് നശിപ്പിക്കരുത്. കിറ്റി എങ്ങനെ പിടിക്കപ്പെട്ടാൽ തീർച്ചയായും ജയിലിനകത്താകും. നമുക്ക് ഉടൻ തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. വേണ്ട, അങ്ങനെ ചെയ്താലും കിറ്റി പിടിക്കപ്പെടും. ബണ്ണി പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ എന്തായാലും അവർക്ക് മനസ്സിലാവുകയില്ല. സംശയമുണ്ടോ? നമുക്ക് ബാങ്കിലേക്ക് പോയി കിറ്റിയെ മനസ്സിലാക്കിപ്പിക്കാം ബാങ്ക് കൊള്ളയടിക്കുന്നത് തെറ്റാണെന്ന്. ചോക്ലേറ്റ് കൊടുത്തപ്പോൾ എന്തിനാണ് കുട്ടി കൂടെ ചെന്നത്? കിറ്റി, നീ എന്തിനാണ് ഇന്ന് ബാങ്കിലേക്ക് വന്നത്? അടികൈ. ഈ മരുന്നുകൾ അങ്ങ് വീട്ടിൽ വെച്ച് തന്നെ മറന്നുപോയി. പൂ പറിച്ചാൽ എത്രമാത്രം മണമാണ്. കിറ്റിക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണ്. അടികൈ. അല്ല, നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കുകയാണ്? ഞങ്ങൾ നിന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വന്നതാണ്. ബാങ്ക് ഒരിക്കലും കൊള്ളയടിക്കരുത്. ട്രെയിൻ എപ്പോഴും പാളത്തിലൂടെ പോകുന്നു. കിറ്റി, നീ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നോ? അടികൈ. No, sir. കിറ്റി, പറയുന്നത് കേൾക്ക്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ക്രിമിനലായി മാറും. ഞാൻ ചെയ്യുന്നത് ക്രൈം ഒന്നും അല്ലല്ലോ. കള്ളം പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞങ്ങൾ എല്ലാതും കേട്ടതാണ്. നിന്റെ കൂട്ടുകാരിപ്പോ ബാങ്ക് കൊള്ളയടിക്കാനായി എത്തും. സംശയമുണ്ടോ? ആരും മടങ്ങി പോകരുത്. ഞങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആരും അനങ്ങുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത്.
Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. എന്നോടല്ലടാ പറഞ്ഞത് ശബ്ദമുണ്ടാക്കരുതെന്നാ. ഞാൻ ശ്വാസമല്ലേ എടുത്തത്. ആരാടാ ഇവിടുത്തെ മാനേജറാ? കറി വെക്കണമെങ്കിൽ വേണം നല്ല ജിഞ്ചർ. എനിക്കറിയില്ല ആരാണ് ഇവിടുത്തെ മാനേജർ. അടികൈ. കന്ന സാറ് തന്നെയാണ് മാനേജർ. നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയായിരുന്നോ? അല്ല ചേട്ടാ, ഞാൻ പറ്റിക്കാൻ നോക്കിയതല്ല. പേടി കാരണം അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. എന്നോട് ചേട്ടൻ ക്ഷമിക്കണം. ഞാൻ തന്നെയാണ് ഇവിടുത്തെ മാനേജർ. ഞങ്ങളോട് അതിബുദ്ധി കാണിക്കാൻ നോക്കരുത്. 100 കണക്കിന് ബാങ്കുകൾ ഞങ്ങൾ കൊള്ളയടിച്ചിട്ടുള്ളവരാണ്. അയ്യോ ചേട്ടാ, എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങൾ ലോക്കർ കൊള്ളയടിക്കാൻ പോവുകയാണ്. ആരിവിടെ നിന്ന് അനങ്ങി പോകരുത്. അനങ്ങിയാൽ ഞാൻ തീർച്ചയായും വെടിവെക്കാം. ഇയാൾ എന്തായാലും വെടിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ആരെങ്കിലും അനങ്ങി പോയാൽ തീർച്ചയായും വെടിവെക്കും. ആരും ഒരു മണ്ടത്തരവും കാണിക്കരുത്. കിറ്റി ഗണ്ണതാ. ഏത് കണ്ണ്? നിന്റെ പേഴ്സിനകത്തുള്ള ഗൺ. നിനക്കെന്താ വട്ടാണോ? ഞാൻ എന്തിനാ ഗണ്ണൊക്കെ കൊണ്ടുവരുന്നത്? ഞാൻ വാങ്ങിച്ചു തരാം. ചേട്ടായി, അല്പസമയത്തേക്ക് ഗണ്ണൊന്ന് തരാവോ? എന്റെ ബണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിയാ. എടാ, ഈ ബണ്ണിക്ക് കണ്ണു വേണമെന്ന് എല്ലാരും അലേർട്ടായിരിക്കേ. കിറ്റി നിന്റെ കൂട്ടുകാരനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ഇതിന്റെ അവസാനം വലിയ പ്രശ്നമാകും. ഇവരെന്റെ കൂട്ടുകാരെ അല്ല. ഓക്കെ, ഞാൻ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ അനുവദിക്കില്ല. അയച്ചക്കാ. ഇവിടെ എന്തായി സംഭവിക്കുന്നതാ? എന്താ കണ്ടിട്ട് മനസ്സിലായില്ലേ? നിന്റെ ആൾക്കാരെ ഇടിക്കുകയാണ്. നിർത്തിക്കോ, അല്ലെങ്കിൽ ഇയാളുടെ കഥ ഞാൻ കഴിച്ചിരിക്കാം. ബോർഡിൽ എഴുതണമെങ്കിൽ വേണം നല്ല ചോക്ക്. എന്തിനാ നോക്കുന്നേ? എല്ലാരും ഇടിച്ച് ചമ്മന്തിയാക്ക്. അടികൈ. എന്റെ അമ്മച്ചേനെ തല്ലരുത്, എന്നെ വിട്ടേക്ക്. തൈര് കടഞ്ഞാൽ കിട്ടും നല്ല മോര്. ഇനി നീ എവിടെയും പോയി മോഷ്ടിക്കരുത്. അടികൈ. കിറ്റി, നീ തന്നെ നിന്റെ പാർട്ട്നേഴ്സിനെ അറ്റാക്ക് ചെയ്യുവാണോ? ഈ ബാങ്ക് കൊള്ളക്കാർ എന്റെ പാർട്ട്നേഴ്സേ അല്ല. ഡോണ്ട് വറി കിറ്റി, നിനക്ക് ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എനിക്ക് എന്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്? കാരണം ഈ ബാങ്ക് റോബറി നീ സണ്ണിയുമായി പ്ലാൻ ചെയ്തതാണ്. സംശയമുണ്ടോ? എന്ത്? അഭിനയിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നീയും സണ്ണിയും വീട്ടിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതായിരുന്നു. സിറ്റിക്കകത്ത് വേണ്ടത് നല്ല ഒന്നാം തരം ഒരു തടാകമാണ്. കിറ്റിയും സണ്ണിയും പ്രാക്ടീസ് ചെയ്തത് നാടകമാണ്. അടികൈ. അപ്പൊ നിന്റെ അനിയൻ സണ്ണിയുടെ പിടിയിലാണെന്ന് പറഞ്ഞത് അതൊക്കെയോ? ഓ, എന്റെ സഹോദരനല്ല. നാടകത്തിൽ ഞങ്ങൾ ചെയ്ത ക്യാരക്ടറിന്റെ അനിയൻ പിടിയിലാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യായിരുന്നു കവിതകളെ. ഞങ്ങൾ നിന്നോട് ചോദിച്ചതല്ലേ ഏത് ബാങ്കാ കൊള്ളയടിക്കാൻ പോകുന്നെന്ന്? അതെ, ബാങ്ക് കൊള്ള എന്നത് നാടകത്തിന്റെ പേരാണ്. അപ്പൊ ഇവിടെ നടന്നത് യഥാർത്ഥ ബാങ്ക് കൊള്ളയാണ്. സംശയമുണ്ടോ? തൃശൂർ പൂരം ഒന്നാം തരം പൊടി പൊടിച്ചു. നിങ്ങൾ ഈ ബാങ്ക് കൊള്ളക്കാരന്മാരുടെ നടുപൊടിച്ചു. അടികൈ. ഞാനത് പുറത്തുനിന്ന് കേട്ടപ്പോ ഞാൻ കരുതിയത് എന്താന്ന് വെച്ചാല് അത് പിന്നെ
കൊച്ചളിയാ ഞാൻ എന്തായാലും തനിച്ചല്ല. കൊച്ചളിന്ന് ഇപ്പൊ ചെറിയൊരു കഴുതയാ.